കിഴക്കഞ്ചേരിയിലും മമ്പാട്ടും വോളിബോൾ കോർട്ടിനെ ഇളക്കിമറിച്ച പഴയ പാവാടക്കുട്ടികൾ. വിവാഹം, പ്രസവം, കുഞ്ഞുങ്ങളെ വളർത്തൽ. ജീവിത പ്രാരാബ്ധം സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഇട്ടപ്പോൾ വീടിനകത്ത് ഒതുങ്ങിപ്പോയവർ. 15 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കളിക്കളത്തിലിറങ്ങുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ ഒന്നും എത്താൻ പറ്റിയില്ല. ഗ്രൗണ്ടിലേക്ക് എത്താൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും വീട്ടിൽ തന്നെയാണ്, അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയായി, പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളായി, അപ്പോൾ പിന്നെ ഒന്നും കണ്ടിന്യൂസ് അല്ലായിരുന്നു. പഴയ പടക്കുതിരകളുടെ കുതിപ്പിൽ ചെറുബാല്യക്കാർ പോലും മാറി നിന്നു. വീട്ടമ്മമാരുടെ സ്മാഷുകൾക്ക് തീ വേഗം. ടൂർണമെന്റുകൾ, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഇതിലെല്ലാം പങ്കെടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പണ്ട് നിർത്തിയതാണെങ്കിലും വീണ്ടും ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഭർത്താക്കന്മാർ നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റിയത്. നീ കളിക്കണ്ട, നീ നേരത്തെ കളിച്ചതാണെന്നൊക്കെ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് അറിയാൻ തന്നെ തുടങ്ങിയത്. ഞങ്ങളിന്ന് നേരത്തെ ആരും ഒന്നും അറിയുന്നില്ലായിരുന്നു. ഇപ്പം എല്ലാവരും അറിയാൻ തുടങ്ങി. എല്ലാവരും ഭയങ്കര റെസ്പെക്ട് നല്ലതുപോലെ കിട്ടിട്ട്, നീ നന്നായിട്ട് കളിക്കുന്ന ആളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇതായിരുന്നു. മമ്പാട് സ്കൂളിലെ പ്രസാദ് മാഷ് എന്തിനും ഒപ്പമുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനം നിൽക്കുന്ന കുട്ടികളാണ്, ഗേൾസിലായാലും ബോയ്സിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നു അവരെന്നെ അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യട്ടെ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അത് വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങനെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും കളിക്കണം, മത്സരങ്ങളിൽ പങ്കെടുക്കണം. മറ്റൊരു ഉശിരൻ സർവിന് തയ്യാറെടുക്കുകയാണ് പഴയ കൗമാരക്കാരികൾ. പോയ ഒരു ഇത് ഞങ്ങൾക്ക് വീണ്ടെടുക്കണം. ഇപ്പം എന്തായാലും നല്ല റെസ്പെക്ട് തന്നെ.